നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയാലോ? നാളെയല്ലേ ഹോളി? നാളെ ഹോളിയല്ലേ? അപ്പം ഇവിടുത്തെ പ്രധാന ഒരു ഇതാണ് ബോളി, പൂരൻ ബോളി. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് മോളിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഐഡിയ വന്നത്, ഇതൊരു വീഡിയോ ആക്കിയേക്കാണ്. അപ്പോൾ നമ്മൾ ശർക്കര എത്ര എടുത്ത്? ഒരു 100 ഗ്രാം, ഏകദേശം ഒരു 100 ഗ്രാം, അതായത് ഒരു കട്ടയുടെ പകുതി, 1/4 ഭാഗം എടുത്തു. അത് ഇതിലിട്ടു. ഒന്ന് ഉരുകി തുടങ്ങിയപ്പോഴത്തേക്കും പരിപ്പ്, അതായത് നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ച് അരച്ചെടുത്തത് 1 കപ്പ് കടലപ്പരിപ്പ് വേവിച്ച് അരച്ചെടുത്തു. എന്നിട്ട് അത് ഈ ശർക്കര ഉരുക്കുന്നതിലേക്ക്, ഉരുകിയില്ല, കുറച്ച് ഉരുകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിലേക്ക് ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം, നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇത് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ വേറൊരെണ്ണം നമുക്ക് ഇതിന് വേണ്ട മാവ് വേണമല്ലോ, അല്ലേ? അപ്പോൾ അത് മാവ് എങ്ങനെയാണ് തയ്യാറാക്കി, അതും ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് ആദ്യം ഞങ്ങൾ കുറച്ച് നെയ്യ് ഇട്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. കുറച്ച് നെയ്യ് ഇട്ടിട്ട് 1 സ്പൂൺ 1.5 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിലേക്കാണ് ശർക്കര ഇട്ടത്. അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ശർക്കര ഒന്ന് ഉരുകി തുടങ്ങിയപ്പോഴത്തേക്കും കടലപ്പരിപ്പ് അരച്ചത് ഇട്ടു. 1 കപ്പ് കടലപ്പരിപ്പ് അരച്ചത് ഇട്ടു. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് 1.5 കപ്പ് ആണ് എടുത്തേക്കുന്നത്. അതിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും. 1/2 കപ്പിൽ കുറച്ച് കേട്ടോ, എന്നുവെച്ചാൽ മൈദ കുറച്ച് മതി. ഞങ്ങൾ സാധാരണ ഫുള്ളും ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്തവണ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ട് നോക്കി. ഒരു 2.5 സ്പൂൺ കാണുമായിരിക്കും, വലിയ സ്പൂണിന് 2 സ്പൂൺ, 2.5 സ്പൂൺ അങ്ങനെ ഇട്ട് ഉപ്പ്, പിന്നെ കുറച്ച് ഏലക്കായ കൂടെ ഇട്ട് കുഴച്ച് വെച്ചേക്കാം കേട്ടോ. ഒരു 2-3 ഏലക്കായ ഒന്ന് പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച്, നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെ കുഴയ്ക്കുന്നത് അതുപോലെ തന്നെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ജാതിക്ക ഇതൊന്ന് പൊട്ടിക്കണം കേട്ടോ. ഇതിനകത്തെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അനിയത്തിരി വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ ജാതിയുണ്ട്, അപ്പോൾ ഒരു ജാതിയാണ്. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കണം. ഇത് ഓടിപ്പോയോ? ഇതാണ് ജാതിക്ക. ഇതൊന്ന് ചുരണ്ടി ഇതിലേക്ക് ഇടണം. ഗ്രേറ്റ് ചെയ്തൊരു ശകലം മതി കേട്ടോ. അതിൻ്റെ ശേഷം മാവിൽ ഞങ്ങൾ 2 ഏലക്കായ പൊടിച്ച് ചേർത്ത് കുഴച്ചിട്ടുണ്ട്. ഇതിൽ ഒരു തരി ഇത്രേ ഇട്ടുള്ളൂ. ഒരു ശകലം ജാതിക്കയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതിട്ടതാ ഇവിടെ വരെ എത്തി. ശർക്കരയും ഇത് മിക്സ് ചെയ്ത് കടല അരച്ച്, കടല വേവിച്ച് അരച്ച് അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. ഒത്തിരി അങ്ങോട്ട് വഴറ്റൊന്നും വേണ്ട അല്ലേ. ശർക്കര ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കുക, കല്ല് ഇങ്ങനെയൊക്കെ അലിക്കാതെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് തയ്യാറാക്കി വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടണം. അതിലുള്ള ശർക്കരയിലുള്ള വെള്ളമല്ല, അത് കടലപ്പരിപ്പ് വെള്ളം ഉണ്ടായിരുന്നില്ല, അത് വെള്ളമില്ലാതെ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ഈ ശർക്കര ഉരുക്കിയിലുള്ള ഒരു ചെറിയൊരു ഇതില്ലേ, അതൊന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളിതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. നമ്മുടെ മാവ് റെഡിയായി കേട്ടോ. ഇതിനി നമുക്ക് മിക്സ് ചെയ്ത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബോളി ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി ഇട്ടു. അതെ, ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ മാവ് എടുക്കുക. ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിലെടുക്കണം. ഇത് നമുക്ക് ഇങ്ങനെ ആക്കി ഒരു കുമ്പിള് പോലെയാക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അതിനെ കവർ ചെയ്യുക. ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കണ പോലെ, മോദകമോ കൊഴുക്കട്ടയോ അങ്ങനെയൊക്കെ പോലെ. പിന്നെ അതിനെ നമ്മൾ ഇതിനാക്കി പരത്തുക. ശ്രദ്ധിച്ച് പരത്തണം കേട്ടോ, അല്ലെങ്കിൽ അത് പുറത്തേക്ക് ചാടും. കുറച്ച് പുറത്ത് വന്നൊന്നും കുഴപ്പമൊന്നുമില്ല, എന്നാലും ശ്രദ്ധിക്കുക അധികം. മാവ് തൂത്ത് പരത്തുക.
അങ്ങനെ നമ്മുടെ പരത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് തവയിലേക്ക് ഇടാം. അങ്ങനെ തവയിലേക്ക് ഇട്ടു. ഒരു വശം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടണം. ഈ ഒരു പരുവത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്നാകുമ്പോൾ ഒന്ന് മറിച്ചിടുക. പിന്നെ അവിടെയും ഇതുപോലെ തന്നെയാകുമ്പോൾ പിന്നെ തിരിച്ചിടുക. എന്നിട്ട് അതിൽ നെയ്യ് പുരട്ടണം. അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആകുമ്പോഴത്തേക്കും ഒരുമാതിരി വെന്തു. ഇതിലേക്ക് നമുക്ക് നെയ്യ് തൂവി പരത്തണം. പുരട്ടുക. അതിനെ വീണ്ടും തിരിച്ചിടുക. വീണ്ടും നെയ്യ് ഒഴിക്കുക. ഒന്ന് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ടാക്കാം. അപ്പോൾ തീ കുറയ്ക്കുക. കണ്ടോ? അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ പുരൻ ബോളി അടിപൊളിയായിട്ടുണ്ട്. ഇതങ്ങനെയാണ്. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോയിൽ കാണും വരെ കമൻ്റ് ഇടാൻ മറക്കരുതേ.